നമുക്ക് പവറുകൾ അറിയാതെ ഓരോ സംഖ്യകളുടെയും ഡിഫറെൻറ്റ് പവേഴ്സിന് വ്യത്യസ്ത പവറുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് 5ൻ്റെ പവർ തന്നെ ആദ്യം എടുക്കാം. അപ്പോൾ 5^1 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5a² എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. 5a³ എന്ന് പറയുന്നത് 125. 5^4 എന്ന് പറയുന്നത് 625. അപ്പോൾ നിങ്ങൾ ഈ 5ൻ്റെ പവറുകളായിട്ട് വന്ന ഈ സംഖ്യകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ എല്ലാ സംഖ്യകളും അവസാനിക്കുന്നത് എന്തിലാണ്? 5ൽ തന്നെയാണ്. എല്ലാ സംഖ്യകളും അവസാനിക്കുന്നത് 5ലാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. 5ൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതെല്ലാം അവസാനിക്കുന്നത് 5ൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. റെഡി? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വേറെ സംഖ്യകളുടെ പവറുകൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയാലോ. സോ നമുക്കിനി 5ൻ്റെ അടുത്ത് കിടക്കുന്ന 4നെ നോക്കാം. ഓക്കെ, അതിന് മുമ്പ് 6നെ നോക്കാം. 4 അവിടെ നിൽക്കട്ടെ, 6 നോക്കാം. 6ൻ്റെ പവർ 6^1 6, 6^2 36, 6^3 എത്രയാണ്? 6^3 എന്ന് പറയുമ്പോൾ യെസ് എത്ര വരും? 6 × 216. യെസ് 216. പിന്നെന്താണ്? 6^4 എന്ന് പറയുമ്പോൾ 216 × 6 ചെയ്യണം. അപ്പോഴും അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ യൂണിറ്റ് ഡിജിറ്റായിട്ട് ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? 6 തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേറൊരു കാര്യം മനസ്സിലായി. 6ൻ്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അവസാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം യൂണിറ്റ് ഡിജിറ്റിലെ വരുന്ന ആ ഒരു സംഖ്യ എന്തായിരിക്കും? ആ ഒരു അക്കം എന്തായിരിക്കും? 6 തന്നെയായിരിക്കും. അപ്പോൾ 6ൻ്റെ പവറിലൊക്കെ എന്താണ്? 6 തന്നെയാണ്. 5ൻ്റെ ഏത് പവർ എടുത്താലും അത് 5ൽ അവസാനിക്കും. 6ൻ്റെ ഏത് പവർ എടുത്താലും അത് 6ൽ അവസാനിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ 4 നോക്കാം. 4ൻ്റെ പവർ എടുത്തു. 4^1 4, 4^2 16, 4^3 64, 4^4 എത്രയാണ്? യെസ് 256. ഓക്കെ, 256. ഒരു സെക്കൻഡ്, 256. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ദാ ഇവിടെ നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്തുള്ള യൂണിറ്റ് ഡിജിറ്റ് വന്നിട്ടുള്ളത് എന്താണ്? 4 6 4 6. അപ്പോൾ ഇനി 4^5 അവസാനിക്കുന്നത് ഏതിലായിരിക്കും? ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ 4ൽ അവസാനിക്കും. 4^6 ഏതിൽ അവസാനിക്കും? 6ൽ അവസാനിക്കും. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതിൽ നിന്നും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ച് നോക്കിക്കോ. 4ൻ്റെ പവർ ഇവിടെ നോക്കൂ. പവർ ഒറ്റ സംഖ്യ വരുമ്പോൾ ഓടാവുമ്പോൾ ആ സംഖ്യ, ഉത്തരമായിട്ട് വരുന്ന ആ സംഖ്യ അവസാനിക്കുന്നത് ഏതിലാണ്? ഒറ്റ സംഖ്യ വരുമ്പോൾ ഇവിടെ ഉത്തരത്തിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ്? 4 ആണ് അല്ലേ? അപ്പം 4. അപ്പോൾ ഈവൻ ആവുമ്പോഴോ ഇരട്ടയാവുമ്പോഴോ? അപ്പം 4ൻ്റെ ഇരട്ട വരുമ്പോൾ, പവർ ഇരട്ടയാവുമ്പോൾ ആ സംഖ്യ അവസാനിക്കുന്നത് എന്തിലായിരിക്കും? ആ സംഖ്യ അവസാനിക്കുന്നത് 6ലായിരിക്കും. ആ സംഖ്യ അവസാനിക്കുന്നത് 6ലായിരിക്കും. അപ്പം 4ൻ്റെ പവറിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 9ൻ്റെ ആണ്. സോ 9^1 = 9, 9² = 81, 9³ എന്ന് പറയുന്നത് എത്ര വരും? 81 × 9 ചെയ്യുമ്പോൾ അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ എന്ത് വരും? 9 വരും. 9^4 എന്ന് പറയുമ്പോൾ ദിസ് നമ്പർ × 9 ചെയ്യുക. അപ്പോൾ ഇത് അവസാനിക്കുന്നത് വീണ്ടും എന്തായിരിക്കും? 1ലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ പറയാം. 9ൻ്റെ പവറായിട്ട് വരുന്ന സംഖ്യകളുടെ ഒക്കെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 9 1 9 1 9 1. അങ്ങനെ ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 9ൻ്റെ പവർ ഒറ്റ സംഖ്യ നമ്മൾ നേരത്തെ 4ൻ്റെ പറഞ്ഞ പോലെ തന്നെ 9ൻ്റെ പവർ ഒറ്റ സംഖ്യ ഓർ ഓട് വരുമ്പോൾ അത് ഏതിൽ അവസാനിക്കുന്നു? അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 9 ആണ്. ഇനിയോ 9ൻ്റെ പവർ ഇരട്ട അല്ലെങ്കിൽ ഈവൻ വരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്
അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്താണ്? ഈവൻ വരുമ്പോൾ ഇരട്ട സംഖ്യ വരുമ്പോൾ ഒന്നാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ സംഖ്യകളുടെ പവറുകളുടെ പ്രത്യേകത കണ്ടുപിടിച്ചു? 5ൻ്റെ കണ്ടു, 6ൻ്റെ കണ്ടു, 4ൻ്റെ കണ്ടു, 9ൻ്റെ കണ്ടു. ഇനി കുറച്ച് സംഖ്യകളും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ പവറുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ USS ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8 മണിയാകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് ഓടി വന്നോളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാം. നമ്പർ തിയറി അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്യുക. എല്ലാവരെയും കൊണ്ടുവരാൻ നമുക്ക് അടിപൊളിയായിട്ട് ക്ലാസ്സിൽ കാണാം.